ഹായ്, ഈ വീഡിയോയിൽ നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ പറ്റിയിട്ടും മെസ് ഫെസിലിറ്റീസിനെ പറ്റിയിട്ടും ജിം ഫെസിലിറ്റീസിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാം. അബൌട്ട് ഹോസ്റ്റൽസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ എല്ലാവരും 3 ഷെയർ റൂംസിലാണ് നിർത്താറ്. അത് വേറെ തന്നെ ഹോസ്റ്റലായ ഇൻറ്റേൺ ഹോസ്റ്റലിലാണ് നമ്മൾ നിർത്താറ്. അതാകുമ്പോൾ നമ്മളെ സീനിയേഴ്സും ആയിട്ടുള്ള ഇൻട്രാക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് വേറെ തന്നെ ഹോസ്റ്റലിൽ നിർത്തുന്നത്. പിന്നെ ഇത് സെക്കൻഡ് ഇയർ തൊട്ട് ഹൗസ് സർജൻസ് വരെ നമ്മളെ 4 ഷെയർ ഹോസ്റ്റലായ ന്യൂ ബ്ലോക്കിലോട്ട് നമ്മളെ മാറ്റും. ഇവിടെ നമുക്ക് എല്ലാ ഫ്ലോർസിലും സ്റ്റഡി ഹാൾ ഉണ്ട്. എല്ലാ ഹോസ്റ്റലിലും ഉണ്ട്, എല്ലാ ഫ്ലോർസിലും സ്റ്റഡി ഹാൾസും. പിന്നെ ന്യൂ ബ്ലോക്കിൽ നമുക്ക് ഏറ്റവും മേലത്തെ ഫ്ലോറിൽ ഈ സ്റ്റഡി ഹാൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ രാത്രിയൊക്കെ ഇത് ഫുൾ ടൈം ഓപ്പൺ ആണ്, നമുക്ക് രാത്രിയൊക്കെ വന്നിരുന്ന് പഠിക്കാം. ഇനി ബോയ്സ് ഹോസ്റ്റലാണെങ്കിൽ ബോയ്സ് ഹോസ്റ്റലിൽ സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവരും ഒരേ ഹോസ്റ്റലിൽ തന്നെയാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഗേൾസിനൊക്കെ ആയിട്ട് തന്നെ ഇനി നമുക്ക് പുതിയൊരു ഹോസ്റ്റലിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. റൂംസ്, ഡബിൾ റൂംസ്, അങ്ങനെയുള്ള AC റൂംസ്, അങ്ങനെയുള്ള റൂംസൊക്കെ ഉള്ള പുതിയ ഹോസ്റ്റലിൽ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ റെഡിയാവും. ഇനി ഹോസ്റ്റൽ ഫീ വരുന്നത് 1,14,000 ഇൻ ദ ഫസ്റ്റ് ഇയർ ആൻഡ് 1,08,000 സെക്കൻഡ് ഇയർ തൊട്ടിട്ട്. ആൻഡ് മെസ് ഫുഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഫുഡ് ഈസ് ഓക്കെ, പക്ഷേ ഫുഡ് പോയ്സണും കാര്യങ്ങളൊക്കെ കുറച്ച് പേർക്കൊക്കെ അവിടെ ഫുഡ് പോയ്സൺ ഉണ്ടാവാറൊക്കെ ഉണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നല്ല ഫുഡ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇനി നോമ്പ് കാലമാകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് രാവിലെ 4 മണിക്ക് അത്താഴത്തിന് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചോറും കറിയും പപ്പടം എന്തെങ്കിലും ഒരു നോൺ വെജ് ഐറ്റവും ഉണ്ടാവും. പിന്നെ രാത്രി നോമ്പ് തുറക്കുന്ന നേരം 6 o'clock ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് സ്നാക്സും അതേപോലെ തന്നെ ജ്യൂസസും ചായയും എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് രാത്രി ഒരു 9 മണിയാകുമ്പോൾ നമുക്ക് മെയിൻ ഫുഡ്. എബൌട്ട് ജിം ഫെസിലിറ്റീസ്, നമ്മൾ ഗേൾസിനായിട്ട് ഗേൾസ് ഹോസ്റ്റലിൽ തന്നെ ചെറിയൊരു ജിമ്മൊക്കെ ഉണ്ട്. ആൻഡ് ബോയ്സിന് ബോയ്സ് ഹോസ്റ്റലിൽ ഏറ്റവും മേലത്തെ ഫ്ലോറിലായിട്ട് നല്ല രീതിക്കുള്ളൊരു ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെജോറിറ്റി ആൾക്കാർ നമ്മളെ ക്യാമ്പസിന് പുറത്തുള്ള ജിമ്മിലാണ് പോകാറ്. ഉള്ളിയേരിയിലുള്ള അവിടെ ട്രെയിനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഉള്ളിയേരിയിലുള്ള ജിമ്മിലാണ് പോകാറ്. ഇപ്പം നമുക്ക് പുതുതായിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ക്യാമ്പസ് തന്നെ നമ്മളെ ഉള്ളിയേരിയിലുള്ള ജിമ്മിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്. അതൊരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അതും ശരിയാവും.